സംസ്ഥാനത്ത് നമ്മുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതായത് ഇന്ന് ഡിസംബർ 11 വ്യാഴാഴ്ച. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ വോട്ടർമാരും കൃത്യമായിട്ട് നമ്മുടെ ഇനിയുള്ള 7 സംസ്ഥാനങ്ങളിലുള്ള വോട്ടിൽ പങ്കുചേരണം. അതായത് തൃശ്ശൂർ മുതൽ മലപ്പുറം വരെയുള്ള ബാക്കിയുള്ള ജില്ലകളിൽ നമ്മുടെ വോട്ടെടുപ്പ് ഇന്നാണ്. അപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കയ്യിൽ കരുതേണ്ട കുറച്ച് കാര്യങ്ങളും മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. നിങ്ങളുടെ സ്ലിപ്പ്, വോട്ടിംഗ് സ്ലിപ്പിൻ്റെ കൂടെ ഈ കയ്യിൽ കരുതേണ്ട രേഖകൾ എന്ന് പറഞ്ഞാൽ ആധാർ അല്ലെങ്കിൽ വോട്ടർ ID, അതോടൊപ്പം തന്നെ നിങ്ങളുടെ SSLC ബുക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവ നമ്മുടെ കയ്യിൽ കരുതാം. ഇപ്പോൾ വലിയ ഡോക്യുമെൻ്റ് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ചെറിയ ഡോക്യുമെൻറ്റ്സ്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത്, വോട്ടർ ID, ആധാർ കാർഡ് തുടങ്ങിയവ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രായമായ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരോട് നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം ഇന്ന ആളിനെ കൊണ്ട് നമുക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളിംഗ് ബൂത്തിൽ നമ്മൾ സ്ലിപ്പുമായിട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണുന്ന മൂന്ന് നമുക്ക് പഞ്ചായത്ത് തലത്തിൽ 3 വോട്ട് ചെയ്യാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കാം. അപ്പോൾ അത് നോക്കി ആണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. വെള്ള, പിങ്ക്, നീല എന്നീ 3 നിറത്തിലുള്ള ബൂത്തുകളാണ്. പഞ്ചായത്ത് തലത്തിലാണ് ഈ 3 വോട്ട് വരുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 1 വോട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വോട്ടവകാശം നമ്മൾ വിനിയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ SIR ഫോമിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ താഴെ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ കാണുക. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ SIR ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ BLOമാർ ഈ പറഞ്ഞ പോലെ SIR ഫോം സബ്മിറ്റ് ചെയ്യുന്ന വേളയിൽ അവർ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഞാൻ ആ പറഞ്ഞ വീഡിയോയിലുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഫോം സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ ഫോം സബ്മിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തിയ BLOയെ കോൺടാക്റ്റ് ചെയ്ത് ആ ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഇതിനോടൊപ്പം ഞാൻ ഓർമ്മിപ്പിക്കപ്പെടുത്തും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുമ്പോഴേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം ST ചാനൽ.